ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാറുണ്ട് സംസ്ഥാന സർക്കാർ. ഇപ്പോഴുള്ള ഹർജി എന്താണ്, അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പരിഗണിക്കണോ, അതോ പുതിയ ഹർജിയുമായി പോകണോ എന്ന കാര്യത്തിലടക്കമാണ്. മാത്രമല്ല, സംസ്ഥാനത്ത് വിവിധ രീതിയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി, യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി. ഇന്ന് രാത്രി എല്ലാ 140 നിയമസഭാ മണ്ഡലങ്ങളിലും നൈറ്റ് മാർച്ച് എന്ന് പ്രഖ്യാപിക്കുന്നു യൂത്ത് ലീഗ്. അങ്ങനെ എല്ലാ പ്രതിപക്ഷ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ BJP ഇതര പാർട്ടികളൊക്കെയും പ്രതിഷേധ മുഖത്താണ്. വാർത്തയിലേക്ക്. പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ ആദ്യ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കത്തിലിടപെടാൻ സുപ്രീം കോടതിക്ക് അനുമതി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 131 പ്രകാരമാണ് ഹർജി ഫയൽ ചെയ്തിരുന്നത്. തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 14 നഗ്നമായ ലംഘനമാണ് പൗരത്വ നിയമമെന്നായിരുന്നു സർക്കാരിന്റെ പ്രധാന വാദം. ഈ ഹർജി വീണ്ടും മെൻഷൻ ചെയ്യണമോ അതോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യത്തിൽ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് സർക്കാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ കോടതിയെ സമീപിക്കും. പൗരത്വ ഭേദഗതി നിയമ വിഷയത്തിൽ കോൺഗ്രസിന് ആത്മാർത്ഥതയില്ലെന്ന LDF കൺവീനർ EP ജയരാജൻ. ഭരണഘടനയോടുള്ള വെല്ലുവിളിയെ നിയമപരമായി നേരിടാനാണ് DYFI തീരുമാനം. വരും ദിവസങ്ങളിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള ഈ നീക്കത്തിനെതിരെ, ഈ ഡിവൈസീവ് പൊളിറ്റിക്സിനെതിരെ ശക്തമായ പ്രതിഷേധം DYFI ഉയർത്തുമെന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്, ഇതോടൊപ്പം തന്നെ നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് DYFI ആലോചിക്കുന്നുണ്ട്. നിയമം സംസ്ഥാനങ്ങൾ നടപ്പാക്കില്ല എന്നത് ആശ്വാസകരമാണെന്നും യോജിച്ചുള്ള സമരം വേണമോ എന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാന ഗവൺമെന്റുകൾ അങ്ങനെ പറയുന്ന കാര്യം നല്ല തന്നെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റുകളെ മറികടന്നുകൊണ്ടുള്ള സമിതിയാണുള്ളത്. അതാണ് വിഷയം. നമ്മൾ ഫലപ്രദമായിട്ട് ഈ കാര്യത്തെ എങ്ങനെ ചെറുക്കാൻ കഴിയും എന്നാ നോക്കേണ്ടത്. പ്രക്ഷോഭത്തിലെല്ലാവരും ഉണ്ട്. പ്രക്ഷോഭത്തില് BJP അല്ലാത്ത എല്ലാവരും ഉണ്ടാവും. വിജ്ഞാപനം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ആവശ്യപ്പെട്ടു. കേരളത്തിലും പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാവുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പ്രതികരിച്ചു. ആരുടെയും പൗരത്വം എടുത്തുകളയുന്നതിന് വേണ്ടിയല്ല, മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഈ രാജ്യത്ത് പൗരത്വം സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള അവകാശമാണ്. അല്ലാതെ നിലവിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു നിയമമല്ല ഇത്. കേന്ദ്ര നീക്കത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് LDF AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. 24 തിരുവനന്തപുരം.